ഞാൻ മഹാരാജസിൽ BA ചേർന്ന് കഴിഞ്ഞപ്പോഴും എന്നെ കുറച്ച് പേര് മഹാരാജസിൽ അറിയുമായിരുന്നു. മറ്റൊന്നുമല്ല, ഞാൻ പ്രീ ഡിഗ്രിക്ക് ഞാൻ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് മഹാരാജാസിൽ മിമിക്രി അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടി. എൻ്റെ ചേച്ചി അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, KS പ്രഭ. അപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ടാണ് അവിടുത്തെ ആർട്സ് ക്ലബ് സെക്രട്ടറി CN ഉണ്ണികൃഷ്ണൻ. CN ശ്രീകണ്ഠൻ നായർ എന്ന് കേട്ടിട്ടില്ലേ? വലിയൊരു എഴുത്തുകാരനും നാടകകൃത്തുമൊക്കെ ആയ കാഞ്ചന സീത തുടങ്ങിയ വലിയ വലിയ കൃതികൾ എഴുതിയിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ CN ഉണ്ണികൃഷ്ണൻ നല്ലൊരു ഗായകനായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ശരി പ്രസാദിൻ്റെ ഒരു മിമിക്രി വെച്ച് കളയാം എന്ന് പറഞ്ഞ് ഞാനവിടെ ഒരു വർഷം തകർത്തതാണ്. അന്ന് തകർക്കലാണ്, കാരണം ഇംഗ്ലീഷ് ട്രെയിലറും ഫയറിങ്ങും ബോംബിടലും എന്നൊക്കെ പറഞ്ഞു കുതിര കരച്ചിലൊക്കെ ആയിട്ട് വന്ന് ഞാനിങ്ങനെ ഒരു ഒച്ചയും ബഹളവും ഉണ്ടാക്കിയിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. അവിടെ അല്ലാതെ വെറുതെ ഈ സൂത്രത്തിലുള്ള കുഞ്ഞു കുഞ്ഞു കോമഡികളല്ല. അപ്പോൾ ഭയങ്കര എനർജറ്റിക്കായിരുന്നു ആവുന്ന പ്രോഗ്രാം. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഓക്കെ, യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ ഇനി പോകാൻ നമുക്ക് ആളായി എന്ന് പറഞ്ഞു. അങ്ങനെ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു. അതുപോലെ തന്നെ രാഷ്ട്രീയമൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് എനിക്കിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് അവിടെ പഠിച്ചിരുന്നവർ പലവരും ഇപ്പം PT തോമസ് അന്ന് എൻ്റെ കൂടെ പഠിച്ചിരുന്ന, എന്നെക്കാളും സീനിയറാണ് എങ്കിൽ പോലും. അതുപോലെ തന്നെ SFIയിൽ ഒരു ജയചന്ദ്രനുണ്ട്, സതീഷ് തെറോത്തുണ്ട്, ഷിബിലി ഉണ്ട് KSUവിൽ. ഇങ്ങനെ ഈ ഓരോ വ്യക്തിനെ അവിടെ പറയുന്നത് ആൻ്റണി എന്ന് പറഞ്ഞാൽ ഏത് ആൻ്റണി? നമ്മുടെ KSUവിൽ അങ്ങനെ പറയുള്ളൂ. അതിപ്പോഴും മഹാരാഷ്ട്രൻ്റെ ചരിത്രത്തിൽ മഹാരാഷ്ട്രൻ്റെ ആ കൾച്ചർ മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങളിപ്പോൾ മഹാരാഷ്ട്ര OSA ഓൾഡ് സ്റ്റുഡൻസിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അപ്പോൾ എപ്പോഴും അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും മറ്റേ രാധയില്ലേ, ഏത് ആ SFIയിലുള്ള രാധ, അങ്ങനെ അവിടെ പറയുള്ളൂ. അത് വേറൊരു കോളേജിലും ഇല്ല അത്തരത്തിലുള്ള ഒരു ഇത്. അപ്പോൾ അന്ന് വളരെ രൂക്ഷമായിരുന്നു. ഇന്ന് എത്രത്തോളം രൂക്ഷമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അന്നൊക്കെ എന്ത് വിഡ്ഢികളായിരുന്നു നമ്മൾ. ആ കോളേജ് കഴിഞ്ഞൊരു 5-10 വർഷം കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ഒത്തൊരുമിക്കുന്നു, എല്ലാവരും അന്യോന്യം കെട്ടിപ്പിടിക്കുന്നു, അന്യോന്യം അവരവരുടെ വീടുകളിൽ പോകുന്നു. അന്ന് കത്തിയും കൊടാലിയുമായിട്ട് നടന്ന KSUക്കാരും SFIക്കാരും അവരുടെ വീട്ടിൽ പോയി അവരുടെ കല്യാണത്തിന് വിളിക്കുന്നു. അവർ തമ്മിൽ, അവരുടെ മക്കൾ തമ്മിൽ കല്യാണം കഴിഞ്ഞു ഈ അടുത്ത്. അപ്പോൾ അന്നൊക്കെ ഞങ്ങളെപ്പോഴും പറയാറില്ലേ, 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എൻ്റെ പെൻസിലെടുത്തു, എൻ്റെ റബ്ബർ എടുത്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വഴക്കിടാറുണ്ട്. അപ്പോൾ അന്ന് ഇപ്പോൾ നമ്മളത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് നിസ്സാര കാര്യത്തിന് നമ്മളെന്നാ കൊച്ചു കുട്ടിയായിട്ട് വഴക്കിട്ടതെന്നൊക്കെ തോന്നുന്നു. നമ്മളൊരു പ്രീ ഡിഗ്രിയും ഡിഗ്രിയൊക്കെ പഠിക്കുമ്പോൾ ഒരു 10 വർഷം 15 വർഷം കൂടെ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആലോചിക്കുന്നു, അന്ന് രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ട് എന്തോരം വഴക്കും ബഹളമായിരുന്നു, എന്തെല്ലാം വാശികളായിരുന്നു. അതൊക്കെ പണ്ട് ഈ 1ലും 2ലും പഠിക്കുമ്പോൾ പെൻസിലിനും സ്ലേറ്റ് പെൻസിലിനും അല്ലെങ്കിൽ റബ്ബറിനൊക്കെ വഴക്കിട്ട പോലുള്ള കൊച്ചു കൊച്ചു വഴക്കുകളായിരുന്നില്ലേ എന്നാലോചിക്കും. അന്ന് കുറച്ചുകൂടെയൊക്കെ നമുക്ക് കലാപരമായ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കാമായിരുന്നു എന്നാലോചിക്കും. അന്ന് അവിടുത്തെ ഒരു തീജ്വാലയായിരുന്നു ശരിക്കും പറഞ്ഞാൽ C ബാലചന്ദ്രൻ. SFIയുടെ ചെയർമാനായിരുന്നു. C ബാലചന്ദ്രനെയൊക്കെ നമ്മൾ വളരെയധികം ബഹുമാനത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്. കാരണം പുള്ളിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പിടിയും കിട്ടില്ല. അന്നത്തെ നമ്മുടെ പ്രായത്തിൽ വായനയൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ സ്ഫീനിക്സ് പക്ഷിയെപ്പോലെ സമത്വതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് ജ്വലിച്ചു വരുമ്പോൾ അങ്ങ് അകലെ ചക്രവാളത്തിൽ, പടിഞ്ഞാറെ ചക്രവാളത്തിൽ ഇതാ സൂര്യൻ നമ്മളെ വിട്ടുപോകുമ്പോൾ ഈ കലാലയത്തിൻ്റെ അങ്ങേ ചുവരിൽ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ പറയുമ്പോൾ എൻഡില്ല. നമ്മൾ ഓർക്കും ഇതെങ്ങനെ ഈ വാക്കുകളൊക്കെ വരുന്നതെന്ന് ഓർക്കും. അപ്പോൾ ഞാൻ ഈ ശബ്ദങ്ങൾ അനുകരിക്കുമ്പോൾ ഒരിക്കൽ എന്നെ C ബാലേന്ദ്രൻ വിളിച്ച് പറഞ്ഞു, പ്രസാദെ നമുക്ക് ഒരുമിച്ച് സ്റ്റേജിൽ കയറാം. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മൾ ഒരുമിച്ച് എന്താ, ഞാനിങ്ങനെ കഥ പറയും. അപ്പോൾ ഒരു കോട്ടക്കകത്ത് കയറുന്നു, അപ്പോൾ അവിടെ ചെറുകടി ശബ്ദം, ഇതെല്ലാം ഞാൻ പറയുമ്പോൾ പ്രസാദ് ഇവിടുന്ന് സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം. അപ്പോൾ C ബാലേന്ദ്രനായിട്ട് സ്റ്റേജിൽ കയറുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര സംഭവമായിരുന്നു അന്നൊക്കെ. അങ്ങനെ അത് മാത്രമല്ല, അന്ന് മഹാരാഷ്ട്രയിൽ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെയൊക്കെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ, അസോസിയേഷൻ ഇനാഗുറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ, യൂണിയൻ ഇനാഗുറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരാഴ്ചത്തെ പ്രോഗ്രാംസാണ്. അതോടൊപ്പം തന്നെ അവിടെ ഈ സംഘം എന്ന് പറയുന്ന സംഘടന, അതുപോലെ തന്നെ കലാവേദി എന്ന് പറയുന്ന സംഘടന, അവരുടെ പ്രോഗ്രാം, പിന്നെ ഒരാഴ്ച സാഹിത്യ സമ്മേളനം, സാനുമാഷ്, ലീലാവതി ടീച്ചറിനെ പോലെ അന്നത്തെ പ്രഗത്ഭരായ ആളുകളെല്ലാം വരുന്നു. അങ്ങനെ PJ ആൻ്റണിയെ പോലുള്ള പ്രഗത്ഭരായ വ്യക്തികൾ വന്നിട്ട് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നു. തകഴി ശിവശങ്കരപ്പിള്ള വരുന്നു. അതിനെ ഫിലാറ്റ്ലിക് എക്സിബിഷൻ, ഒരാഴ്ചത്തെ ഫിലാറ്റ്ലിക് എക്സിബിഷൻ, പിന്നെ നാടൻ കലാമേളകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ പ്രോഗ്രാമുകൾ, പിന്നെ ഫിലിം ഫെസ്റ്റിവൽ. അന്ന് ഫിലിം ഫെസ്റ്റിവൽ വന്നപ്പോൾ ഞാനായിരുന്നു എൻ്റെ കൺവീനർ.
ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു കോളേജിൽ നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത, ഇത് ഞാൻ വളരെ ചുരുക്കേ പറഞ്ഞുള്ളൂ, ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും പ്രോഗ്രാമുകളാണ് അന്ന് 50 രൂപയായിരുന്നു ഒരു അസോസിയേഷൻ്റെ ഇനാഗുറേഷന് വേണ്ടി ഉള്ള ഫണ്ട്. ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഇനാഗുറേഷന് ഞങ്ങൾ വെച്ച പ്രോഗ്രാംസ് കേട്ട് കഴിഞ്ഞാൽ രാവിലെ മുതൽ കോളേജിന് ചുറ്റും പഞ്ചവാദ്യമുണ്ട്, ഒരു 6 പേര് 8 പേര്. അപ്പോൾ പഞ്ചവാദ്യത്തോടുകൂടി തന്നെ അങ്ങനെ കോളേജിലേക്ക് കയറുന്നവരെ മുഴുവൻ ഇനാഗുറേഷൻ, യൂണിയൻ ഇനാഗുറേഷൻ അല്ല കേട്ടോ, യൂണിയൻ ഇനാഗുറേഷനൊക്കെ ഗംഭീര പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ പിന്നെ വെസ്റ്റേൺ മ്യൂസിക് ഉണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും അൻസാറും ചേർന്നൊരു മിമിക്സ് പരിപാടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉദ്ഘാടന സമയത്ത് വെടിക്കെട്ടുണ്ട്. വെടിക്കെട്ട് അന്ന് ജോസ് ബ്രദേഴ്സിൻ്റെ ബാബു എന്താണ് സ്പോൺസർ ചെയ്തത്. അത് കഴിഞ്ഞ് ഏഞ്ചൽ വോയ്സിൻ്റെ ഗാനമേള ഉച്ചയ്ക്ക് ശേഷം. ഇപ്പോൾ പോലും ഒരു കോളേജിൽ ഇത്രയും പ്രോഗ്രാം വെക്കില്ല. ഒരു അസോസിയേഷന് ഞങ്ങൾ രാവിലെ തുടങ്ങിയാൽ 10 മണി വൈകുന്നേരം 6 മണി വരെ പ്രോഗ്രാമാണ്. അന്ന് ഞങ്ങളുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഹിസ്റ്ററി അസോസിയേഷൻ, കോളേജ് യൂണിയൻ അല്ല കേട്ടോ. മുഹമ്മദ് റാഫി എന്ന് പറയുന്ന വ്യക്തിയെ അവിടെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ ഓർക്കും ഗസ്റ്റായിട്ടാണ്. ഗസ്റ്റല്ല, അദ്ദേഹത്തിൻ്റെ ഗാനമേള എറണാകുളം മഹാരാജാസ് കോളേജിലോ ദർബാർ ഹാൾ ഗ്രൗണ്ടിലോ വെച്ച് നടത്താൻ തീരുമാനിച്ചു. അന്ന് മുത്തുക്കോയ എന്ന് പറയുന്ന അവിടുത്തെ ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്, ഇപ്പോഴും എല്ലാവർക്കും അറിയാം. നമ്മുടെ ലക്ഷദ്വീപിലെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു വ്യക്തിയാണ്, സാമ്പത്തികമായിട്ടൊക്കെ നല്ല പിടിപാടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ആഴ്ചയും കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് നമ്മുടെ ഒരു പ്രോഗ്രാം അവിടെ വെക്കാമെന്ന്. അപ്പോൾ അന്ന് അതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ട് അന്ന് എന്തോ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നടന്നില്ല. അന്ന് ഒരുപക്ഷെ നമ്മൾ ആ മുഹമ്മദ് റാഫി അവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കേരളം തന്നെ അന്ന് ഞെട്ടിപ്പോയേനെ. അപ്പോൾ അത്രയും ഹൈ ലെവലിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ചിത്രപ്രദർശനങ്ങളും, നേരത്തെ സ്റ്റാമ്പ് എക്സിബിഷൻ്റെ കാര്യം പറഞ്ഞല്ലോ, ആരും ചെയ്യാത്ത കുറേ പുതുമ നിറഞ്ഞ പരിപാടികൾ. അന്ന് അവിടെ യൂണിയൻ്റെ ഒരു പ്രോഗ്രാം കാവാലത്തിൻ്റെ നാടകം അവനവൻ കടമ്പ, ഞാനതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആരൊക്കെ അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞാൽ ഞെട്ടിപ്പോവും. കൊടിയേറ്റം ഗോപി, നെടുമുടി വേണു, ജഗന്നാഥൻ, ഇവരൊക്കെ ലൈവായിട്ട് സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള കഥയാണ് പറഞ്ഞത്. ലൈവായിട്ട് അവനവൻ കടമ്പ, ഭഗവതജുഗം, ഈ നാടകമൊക്കെയാണ് കോളേജിൻ്റെ പരിപാടിയായിട്ട്. മെയിൻ പ്രോഗ്രാം യൂണിയൻ ഇനാഗുറേഷൻ്റെ പരിപാടിയൊന്നുമല്ല, അല്ലാതെ വെറുതെ ഇങ്ങനെ ഓരോ ദിവസങ്ങൾ നാടൻ കലാമേളകൾ ഇതൊക്കെ നടക്കുമായിരുന്നു മഹാരാജാസിൽ. അന്നത്തെ അത്തരം പ്രോഗ്രാംസ് ഒന്നും ഇപ്പോൾ ഇല്ല. ഒരുപക്ഷെ അന്ന് ഈ ഇലക്ഷന് ശേഷം 2 പാർട്ടികളും ഒരുമിച്ച് ചേർന്നാണ് ഇതൊക്കെ നടത്തിയിരുന്നതെങ്കിൽ ഇതിൻ്റെയൊക്കെ 4 ഇരട്ടി ലെവലിൽ നമുക്ക് നടത്താമായിരുന്നു. അവിടെ വെച്ചാണ് നമ്മൾ ഈ വലിയ വലിയ സാഹിത്യകാരന്മാരെയും ഒക്കെ തകഴി മുതൽ ഒരുപാട് പേരെ നേരിട്ട് കാണാനും നേരിട്ട് അവരുടെയൊക്കെ പ്രസംഗങ്ങൾ കേൾക്കാനും ഒക്കെ ഉള്ളൊരു വലിയൊരു ഭാഗ്യം നമുക്ക് ലഭിച്ചത്. അതുപോലെ തന്നെ മഹാരാജാസ് കോളേജിലെ യുവനോത്സവങ്ങൾ, കോളേജ് യുവനോത്സവങ്ങളല്ല പറയുന്നത്, യൂണിവേഴ്സിറ്റി തരത്തിലുള്ള യുവജനോത്സവങ്ങൾ, അതിന് ആർട്ടിസ്റ്റുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ കലാകാരികളെയൊക്കെ സംഘടിപ്പിക്കുക, പാട്ടുകളെല്ലാം ചെക്ക് ചെയ്തിട്ട് ഏറ്റവും നല്ല പാട്ടുകാരി ഏതാണ്, പാട്ടുകാരൻ ഏതാണ്, അതുപോലെ മറ്റ് ഇന്നത്തെ പോലെ അത്രയും വെൽ റിഹേഴ്സൽഡ് അല്ല, വെൽ പ്ലാൻഡ് അല്ല. അന്ന് വേറെ ഫണ്ടൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രൈസ് കിട്ടും. അന്ന് സി രാധാകൃഷ്ണൻ, ഇവിടുത്തെ മ്യൂസിക് ഡയറക്ടർ സി രാധാകൃഷ്ണജി ആയിരുന്നു സംഗീതത്തിൻ്റെയൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്, ശൈലജ, ഇന്ദിര, അതുപോലെ തന്നെ വേണു രാജാമണി, ഇപ്പോൾ അറിയാമല്ലോ നമ്മുടെ ഇപ്പം നെതർലാൻഡിലെ നമ്മുടെ ഇന്ത്യൻ അംബാസിഡറാണ്. അദ്ദേഹമൊക്കെ ഞങ്ങളൊരു ബാച്ചായിരുന്നു. PT തോമസ്, അതുപോലെ ഗൗരിദാസൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗൗരിദാസ് നായരായിരുന്നു അന്ന് ചെയർമാൻ കാൻഡിഡേറ്റ്. അതുപോലെ തന്നെ CICC ബുക്കിന് ജയചന്ദ്രൻ, ഫെലിക്സ്, ഇങ്ങനെ A.K. രാജൻ, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പം അന്ന് ഇതേപോലെ ഈ രാഷ്ട്രീയം മറന്ന് നമ്മൾ കളിക്കാമായിരുന്നു എന്ന് ഈ ഒരു 10 വർഷത്തിന് ശേഷം ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അന്ന് ഞങ്ങൾ നാടകോത്സവം നടക്കുന്നുണ്ട്. ഈ നാടകോത്സവത്തിന് C. ബാലചന്ദ്രനാണ് പ്രധാനപ്പെട്ട ഒരു നടൻ. അപ്പോൾ എന്നെ കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് വെച്ചാൽ അന്ന് ടേപ്പ് റെക്കോർഡറൊന്നും അങ്ങനെ എല്ലാവരുടെ അടുത്തും ഇല്ല, കറക്റ്റായിട്ട് ശബ്ദമൊന്നും ഇടാൻ പറ്റില്ല, CD ഇല്ല. അപ്പോൾ ശബ്ദം ഇടണമെങ്കിൽ ഞാൻ തന്നെ വേണം. അപ്പോൾ ഒരു ജനലിൽ കൂടെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒളിഞ്ഞു നോക്കും. ഇവർ നക്സൽബാരികൾ എന്തോ ആണെന്ന് എൻ്റെ ഓർമ്മ. അപ്പോൾ ഒളിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ നിന്ന് ശബ്ദം ഇടുന്നു, ഞാൻ ഒരു കാറിൻ്റെ ശബ്ദം ഇടുമ്പോൾ പുള്ളി വന്ന് നോക്കും. ആ പുള്ളി പക്ഷേ വളരെ സീരിയസ് ആയിട്ട് വന്ന് മുകളിലോട്ട് നോക്കുന്നതും ഈ ഒരു പടിയുടെ മുകളിൽ കയറിയപ്പോൾ ഈ പടി ഒടിഞ്ഞ് താഴെ മറിഞ്ഞ് താഴെ അങ്ങ് വീണു. ആ നാടകത്തിൻ്റെ ടെമ്പോ മുഴുവൻ അങ്ങ് പോയി. ഞങ്ങളെല്ലാം ഇങ്ങനെ തലയിൽ കൈവച്ച് പോയി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി മുകളിൽ വന്ന് ഒളിഞ്ഞു നോക്കുന്ന സമയത്താണ് ഈ പൊടിഞ്ഞ് താഴെ അങ്ങ് വീണത്. C. ബാലചന്ദ്രൻ താഴെ വീണു പറഞ്ഞാൽ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ആരാണ് ഇതിവിടെ സ്ഥാപിച്ചത്? ഇതിവിടെ സ്ഥാപിച്ചത് ആരാണെന്ന് പറയൂ, എന്നെ താഴെ ഇടാൻ. എല്ലാവരും സൈലൻ്റായി എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി അടുത്ത ഡയലോഗ് അങ്ങ് പറഞ്ഞു,
അങ്ങനെ ഒരു ഭയങ്കര ഒരു ക്രൈസിസ് കൊല്ലത്ത് ഏത് ഫാത്തിമ കോളേജിലാണെന്ന് എനിക്ക് തോന്നുന്നു, നമ്മൾ നാടകോത്സവത്തിന് പോയതാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അന്ന് നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ അന്ന് നാടകത്തിന് നമുക്ക് ഏതോ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പിന്നീട് നാടകോത്സവം തന്നെ കുറേ നാൾ യൂണിവേഴ്സിറ്റി വേണ്ടാന്ന് വെച്ചു. പിന്നെ കേരള യൂണിവേഴ്സിറ്റി 2ആയി. പിന്നെ അതുപോലെ 2ആയെന്ന് വെച്ചാൽ ഗാന്ധി യൂണിവേഴ്സിറ്റി വന്നു. അപ്പോൾ അന്നത്തെ അത്രയും പൊലിമ ഇല്ലാതായി, കാരണം വിദ്യാർത്ഥികൾ 2ആയിട്ട് ഡിവൈഡായി. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിന് ശേഷം ഉള്ള കാലഘട്ടങ്ങളിൽ വന്നു. എനിവേ, മഹാരാജാസിലെ ആ സുഹൃത്ത് വലയങ്ങൾ ഇപ്പോഴും ഞങ്ങൾ ഈ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് KR വിശ്വംഭരൻ സാറ്, അദ്ദേഹം പഴയ നമ്മുടെ കളക്ടറായിരുന്നു, അദ്ദേഹം പ്രസിഡൻ്റായിട്ട് ഉള്ള ആ അസോസിയേഷനിൽ ഇപ്പോഴും നമ്മൾ എല്ലാ മാസവും അവിടെ മീറ്റിംഗ് കൂടാറുണ്ട്. കലാലയത്തിലെ പഴയ ഓർമ്മകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഏതായാലും മഹാരാജാസ് നമുക്ക് തന്ന ഒരു വലിയൊരു ഒരു എന്താ പറയുന്ന ഒരു സൗഭാഗ്യം ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ എപ്പോഴും പറയും, അന്ന് നമ്മൾ ഈ വിദ്യാർത്ഥികളെയും കൊണ്ട് യുവോത്സവത്തിന് പോകുമ്പോൾ എന്നെ ഒരു പ്രകാശ് സാറാണ് ഏൽപ്പിക്കുന്നത്. ഈ പെൺകുട്ടികളെയും കൊണ്ടൊന്ന് UC കോളേജിലോട്ട് പോകട്ടോ, അപ്പോൾ ഞാൻ പോവും. അപ്പോൾ അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ഒരു ഗാർഡിയനാണ്. ഞാൻ എപ്പോഴും പറയും, കാരണം ഞാൻ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ട്രൂപ്പ് തുടങ്ങുമ്പോൾ ഞാൻ ഗാർഡിയനാണ്. അപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റുഡൻറ്റിൻ്റെ കൂടെ ഏൽപ്പിക്കാൻ പോകുമ്പോൾ പെൺകുട്ടികൾ അത് വേണ്ട പ്രസാദം മതി എന്ന് പറയും. അങ്ങനെ പെയിൻറ്റിങ്ങിന് കൊണ്ടുപോകാനും ഡാൻസിന് കൊണ്ടുപോകാനും മ്യൂസിക്കിന് കൊണ്ടുപോകാനും ഒക്കെ ഈ പരിസരത്തുള്ള കോളേജുകളിലുള്ള ഇൻ്റർ കോളേജ് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ അധ്യാപകൻ ഏൽപ്പിക്കുന്നത്. പ്രകാശ് സാറിനെ ഈ അടുത്ത് ഞാൻ വിളിച്ചിരുന്നു, ഷിബ ടീച്ചറിനെയും. അപ്പോൾ എന്നെയാണ് ഏൽപ്പിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ ഈ പ്രോഗ്രാമായിട്ടൊക്കെ നടക്കുന്നുണ്ട്, പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ മഹാരാജാസാണ്. അതിനുശേഷം കലാഭവനും. സെൻറ്റ് റീസസിനായിരുന്നു എല്ലാ വർഷവും അന്ന് ഈ ഡാൻസിന് കിട്ടുന്നത്. മഹാരാജാസിന് ഡാൻസിന് കിട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം അവരുടെ അത്രയും കോസ്റ്റ് നമ്മുടെ ഇല്ല, അത്രയും കോസ്റ്റ്യൂംസ്, അതിനുള്ള ഒന്നും നമ്മുടെ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഈ വർഷം പ്രൈസ് നമുക്കൊന്ന് അടിക്കണം. അങ്ങനെ അപ്പോഴാണ് അറിയുന്നത് സെൻറ്റ് റീസസിൽ നടരാജൻ എന്ന് പറയുന്നൊരു മാസ്റ്ററാണ് എല്ലാ വർഷവും ഡാൻസിന്. അപ്പോൾ എനിക്ക് ചില സൂത്രങ്ങൾ അറിയാമല്ലോ. ഞാൻ പതുക്കെ നടരാജൻ മാഷിൻ്റെ വീട്ടിൽ പോയി. ഇവിടെ നമ്മൾക്ക് ഡാൻസ് ചെയ്യുന്ന ജാസ്മിൻ, സെയ്ദ് മുഹമ്മദ്, നിമ്മി, ഇവരൊക്കെ ആയിട്ട്, റാണി, ഇവരൊക്കെ ആയിട്ട് ചിന്തിച്ചു. പള്ളുരുത്തി വാട്ടർലാൻഡ് റോഡ് ചെന്നു. അവിടെ ചെന്ന് മാഷായിട്ട് സംസാരിച്ചു. അപ്പോൾ മാഷ് അന്ന് എന്തോ പഠിപ്പിക്കുന്ന കോളേജായിട്ട് എന്തോ ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മാഷ് പറഞ്ഞു, ഈ വർഷം ഞാൻ മഹാരാജാസിനാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നടന്ന് പിരിക്കുക, ഓരോ കുട്ടികളിൽ നിന്ന് 1 രൂപ 2 രൂപ. ഇന്നിപ്പം 500 വെച്ചാണ് പിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മഹാരാജാസ് കോളേജിൽ ആദ്യമായിട്ട് ഈ കളക്ഷൻ എടുത്ത ഞങ്ങളായിരുന്നു. ഈ മാഷിൻ്റെ ഫീസ് 1000 രൂപയാണ്. ഇന്ന് 20,000 50,000 ഒക്കെയാണ് മാഷ്മാർ വാങ്ങുന്നത് ഡാൻസ് കമ്പോസ് ചെയ്യാൻ. പിന്നെ ഓരോ പ്രാവശ്യവും നമുക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് പൈസയില്ല, അതിന് നമ്മൾ പിരിവെടുക്കും. പിന്നെ എൻ്റെ കയ്യിൽ അത്യാവശ്യം ഈ പ്രോഗ്രാം നടത്തിയിട്ടുള്ളൊരു ബഡ്ജറ്റ് ചില്ലറ 50 ഉണ്ടാവും. ഏത്തപ്പഴം ഒരു കൊല ഏത്തപ്പഴം വാങ്ങും. 5 രൂപ സ്റ്റുഡൻറ്റ് സെൻ്ററുണ്ട്, അവിടെ കൊണ്ടുപോയി എനിക്ക് മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ പെൺകുട്ടികൾ ഡാൻസ് ചെയ്യുമ്പോൾ. കാരണം ഞാനാണല്ലോ ഈ ഭക്ഷണം കൊണ്ടുവരുന്നത്. അപ്പോൾ ആ പ്രസാദം അകത്ത് കയറുകയെന്ന് പറയും. അകത്ത് നിന്ന് ഇവർക്ക് എല്ലാവർക്കും പഴം കൊടുക്കുന്നു, വെള്ളം കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇതൊക്കെ ഞാൻ അന്ന് ചെയ്തിട്ടുണ്ട്. കാരണം കോളേജിന് വേണ്ടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അതാണ്. ആ പ്രാവശ്യം സെൻറ്റ് റീസസ് കോളേജിന് പ്രൈസ് കിട്ടിയില്ല, മഹാരാജാസ് കോളേജിന് പ്രൈസ് കിട്ടി. അങ്ങനെ അന്ന് നമ്മൾ തൊണ്ട കീറി ഞങ്ങൾ അന്ന് ഒച്ച ഉണ്ടാക്കിയത് ഇപ്പോഴും മറക്കാൻ പറ്റില്ല. അത്രമാത്രം കിടന്ന് തലകുത്തി മറിഞ്ഞിട്ടുണ്ട് കോളേജ് യുവജനോത്സവം എന്ന് പറയുമ്പോൾ. യുവജനോത്സവം എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു യുവജനോത്സവം എന്ന് പേപ്പറിൽ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മുടിയെല്ലാം എഴുന്നേറ്റ് വരും. അത്രയും ഓർമ്മകളാണ് കോട്ടയത്തെ യുവജനോത്സവത്തിന് പോകുന്നതും. അവിടെ വെച്ച് കണ്ട വ്യക്തികളും അവിടെ വെച്ച് പരിചയപ്പെട്ട വ്യക്തികളെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ പോയാൽ 15 എപ്പിസോഡ് പറഞ്ഞാലും തീരില്ല, അത്രയും കഥകളാണ്. റഹ്മാൻ കഴിഞ്ഞ ദിവസം കൂടെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓർമ്മയുണ്ടോ നമ്മൾ പരിചയപ്പെട്ട ദിവസം?
അപ്പം ഞാൻ പറഞ്ഞു ഞാൻ UC കോളേജിൻ്റെ അവിടെ അല്ല കോട്ടയത്ത് യുവനോത്സവ സമയത്താണ്. എനിക്കന്ന് പ്രൈസ് കിട്ടി. നീയാണ് എൻ്റെ അടുത്ത് വന്ന് ആദ്യം പറയുന്നത് റഹ്മാനെ പ്രൈസ് ഉണ്ടെന്ന്. ആ വർഷം എനിക്ക് പ്രൈസ് കിട്ടിയില്ല യൂത്ത് ഫെസ്റ്റിവലിന് പോയിട്ട്. അപ്പോൾ ആ റഹ്മാൻ ഇപ്പോഴും അത് ഓർമ്മയുണ്ട്, കലാഭവൻ റഹ്മാൻ. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് വ്യക്തികളെ നമ്മളന്ന് കണ്ട വ്യക്തികൾ, അവർക്കൊക്കെ ഈ സമ്മാനങ്ങൾ, KS ചിത്ര, അവരുടെ സിസ്റ്റേഴ്സ്, അവർക്കൊക്കെ അന്ന് വിമൻസ് കോളേജിലായിരുന്നു അവർക്കൊക്കെ അവർ പഠിച്ചിരുന്നത്. അത് ഒന്നൊന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ വ്യക്തികളെന്നുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റി തലത്തിൽ പോയപ്പോൾ എനിക്ക് 2ാമത്തെ വർഷം മിമിക്രിയിൽ 2ാം സമ്മാനം കിട്ടിയപ്പോൾ ശ്രീറാമിനായിരുന്നു 1ാം സമ്മാനം കിട്ടിയത്. ശ്രീറാം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാമല്ലോ, കാറ്റേ കാറ്റേ എന്നുള്ള പാട്ട് പാടുന്ന പിന്നണി ഗായകൻ. അദ്ദേഹം അന്ന് മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നില്ല, ഇന്നും ആയിരുന്നില്ല. അദ്ദേഹം നല്ലൊരു ഗായകനായിരുന്നു. അദ്ദേഹം ഗായകരുടെ ശബ്ദത്തിൽ KPSC സുലോചന അങ്ങനെ ചില ഗായകരുടെ ശബ്ദത്തിൽ പാട്ടുപാടി. അന്ന് ലളിതഗാനത്തിന് 1ാം സമ്മാനം ലഭിച്ചത് G വേണുഗോപാൽ. അതിനുശേഷം പല യുവനോത്സവത്തിനും നമ്മൾ പോയിട്ടുണ്ട്. പോകുമ്പോഴൊക്കെ സൗത്ത് ഇന്ത്യൻ ബാങ്കിനെയൊക്കെ പോകുമ്പം ഞങ്ങളുടെ ഈ ടീമുണ്ടാവും. ഞങ്ങൾ 1 മുറിയിലോ 2 മുറിയിലോ ഒക്കെ ആയിരിക്കും. ഈ വേണുഗോപാലും രാജീവ് കുമാറും ശ്രീറാമും ഞാനുമൊക്കെ. അന്ന് അൻസാർ, ഇവർക്ക് എല്ലാവർക്കും ഒരേ കാലഘട്ടത്തിലാണ് നമുക്ക് ഈ യൂണിവേഴ്സിറ്റി ലെവലിൽ പ്രൈസ് കിട്ടുന്നത്. അത് കേരള യൂണിവേഴ്സിറ്റി. ഈ അൻസാറിന് 1ാം സമ്മാനം ലഭിക്കുകയും മിമിക്രിക്ക് എനിക്ക് സമ്മാനം ലഭിക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ മൂഴിക്കുളം ഫൈൻ ആർട്സ് സൊസൈറ്റി, ഇപ്പോഴും മറക്കില്ല, അത്താണിയുടെ അടുത്തുള്ള, അവിടെ നിന്നാണ് ഒരു വ്യക്തി വന്നിട്ട് നമ്മളോട് ഇതേപോലെ ഒരു പ്രോഗ്രാം നടത്താമോ എന്ന് ചോദിക്കുന്നത്. 50 രൂപ 60 രൂപയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ കലാമണ്ഡലം ക്ഷേമാവതിയുടെ നൃത്യങ്ങളുണ്ട്. ഇൻ്റർവെല്ല് നിങ്ങളുടെ പ്രോഗ്രാം എനിക്കൊന്ന് 81-ലല്ല 80-ലാണ്. അൻസാർ കയറി അങ്ങ് റേറ്റ് പറഞ്ഞു 300 രൂപ എന്ന് പറഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞ അന്തം വിട്ടുപോയി. 300 രൂപ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 150 രൂപയല്ലേ. പക്ഷെ അപ്പോഴേക്കും അവർ സമ്മതിച്ചു. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജ് ഉഴവൂർ, അതുപോലെ തന്നെ മാർ ഇവാനോസ് കോളേജ്, അവിടെ പ്രോഗ്രാം കണ്ട ഒരു വ്യക്തിയെ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. നിങ്ങളുടെ പ്രോഗ്രാം വന്ന് കണ്ടിരുന്നു എന്ന് പറഞ്ഞ്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ കുറേ പ്രോഗ്രാമുകൾ ഞങ്ങൾ 2 പേരും കൂടി ചേർന്ന് നടത്തി. അതുപോലെ കോട്ടയത്ത് ചില കോളേജുകളിൽ, ആലപ്പുഴയുള്ള കോളേജുകളിൽ കുറേ കോളേജ് പ്രോഗ്രാംസ്, അന്ന് യൂണിവേഴ്സിറ്റി പ്രൈസ് കിട്ടിയോണ്ട് എല്ലാം കോളേജുകൾ നമുക്കറിയാം. അവരൊക്കെ നമുക്ക് പൈസയും തന്നു. അവിടെയൊക്കെ നമ്മൾ പ്രോഗ്രാം നടത്തി. അത്യാവശ്യം ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ ഈ കോളേജിൽ പോവുക, ക്യാൻറ്റീനിൽ പോവുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ഒരു ഭയങ്കര രസകരമായൊരു കാലഘട്ടമായിരുന്നു അന്നത്തെ ദിവസം. അതേസമയം തന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട്, കാഞ്ഞിരമറ്റം മജീദ് DB കോളേജിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ റേഡിയോ നാടകമൊക്കെ അവതരിപ്പിക്കാനായിട്ട് അൻസാറും ഞാനും സാഹിറും ഒക്കെ ആയിട്ട് തൃശ്ശൂരൊക്കെ പോയിട്ടുണ്ട്. കാഞ്ഞിരമറ്റം മജീദ് പറയുകയാണ്, ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് വിജയൻ, അവരൊരു നാടക ട്രൂപ്പ് തുടങ്ങാൻ പോകുന്നു. ഞാൻ പറഞ്ഞു നാടകമായിട്ട് എനിക്ക് അല്ല, ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, ഇന്ന ആർട്ടിസ്റ്റുകൾ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പേരുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്. അപ്പോൾ നമുക്ക് ടൗൺ ഹാളിലാണ് പരിപാടി. നാടകത്തിൻ്റെ പേര് ടെറർ. അപ്പോൾ കാഞ്ഞിരമറ്റത്താണ് റിഹേഴ്സൽ. ഞാനും പോയി റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഈ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ കാശ് കംപ്ലീറ്റ് തീർന്നു. പുള്ളിയും ചെറുപ്പക്കാരനാണ്, 10-22 വയസ്സുള്ളൂ. പുള്ളി കടമൊക്കെ വാങ്ങിച്ചു. ടൗൺ ഹാൾ ബുക്ക് ചെയ്തുകൊണ്ട് അവിടെ കയറി. ടിക്കറ്റ് വെച്ചാൽ നടത്തുന്നത്. ആകെ കുറച്ച് പേരുള്ളൂ ടിക്കറ്റ് എടുത്ത് കയറിയുള്ളൂ, ബാക്കി എല്ലാവരും ഫ്രീയാണ്. എറണാകുളം നാരായണൻകുട്ടി, അറിയാമല്ലോ, സിനിമാ താരം കലാഭവൻ നാരായണൻകുട്ടി അന്ന് അതിനകത്ത് അഭിനയിക്കുന്നുണ്ട്. ഞങ്ങൾ ടോർച്ച് വെച്ചിട്ട് ബാക്കിൽ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ടോർച്ച് ഡിമ്മായപ്പോൾ ഞാൻ പറഞ്ഞു ഡിമ്മായി ബാറ്ററി വാങ്ങണം. കാശില്ല, ബാറ്ററി വാങ്ങാൻ 2 രൂപ പോലും പുള്ളിയുടെ ഇല്ല. എനിവേ പ്രോംപ്റ്റ് ചെയ്ത് ഇത് ഡിമ്മായി ഈ ടോർച്ച് ലൈറ്റ് ഓഫാവുന്നതോടുകൂടി നാടകം നിന്നു പോവുകയാണ്. പിന്നെ പ്രോംപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഓഡിയൻസ് എല്ലാം കൂടെ സ്റ്റേജിലോട്ട് കടന്നു വരുന്നു. ഞാൻ ഇവരുടെ കൂടെ ഉണ്ടെന്നുള്ളൂ, നാടകത്തിലൊന്നുമില്ല. എനിവേ ഞാനിതിൻ്റെ ഉടമസ്ഥൻ വിജയനെയും കൂടെ ഇപ്പുറത്തെ അതിൽ കൂടെ വിളിച്ച് പുറത്തോട്ട് ഓടി. അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളെല്ലാവരും കുറച്ച് അതിനകത്തുള്ളവരെല്ലാവരും തൊട്ടടുത്തുള്ള ലോഡ്ജിൽ എവിടെയൊക്കെ പോയിട്ട് ആ ഒരൊറ്റ പ്രോഗ്രാം കൂടി ടെറർ എന്ന് പറഞ്ഞ നാടകം അവസാനിച്ചു എന്നുള്ളതാണ് രസം. ഇപ്പോഴും നമ്മൾ കാഞ്ഞിരമറ്റം മജീദൊക്കെ ആയിട്ട് പോകുമ്പം ഈ നാടകം എന്ന് പറഞ്ഞാൽ പേടിയായിപ്പോയത് അന്ന്. അതാണ് ഇപ്പോഴും നമ്മൾ ആ പണ്ടത്തെ കാര്യമൊക്കെ ഓർത്ത് ഒരുപാട് ചിരിക്കാറുണ്ട്. ടൗൺ ഹാളിൽ ഇപ്പോഴും ഒരുപാട് പ്രോഗ്രാം നടത്തുമ്പോഴും ആദ്യം നടത്തിയ പ്രോഗ്രാം പൊളിഞ്ഞു പോയ പ്രോഗ്രാമാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴേക്കും എപ്പോഴും അങ്ങനെയാണല്ലോ.
പല സിനിമാ താരങ്ങളും ആദ്യത്തെ സിനിമകൾ അവർ റിലീസായിട്ടില്ല എന്ന് പറയും. അതുപോലെ രസകരമായൊരു സംഭവമായിരുന്നു ടെറർ. അന്ന് ഈ വെറുതെ കോമഡി പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന മണ്ടനും മന്ദബുദ്ധിയും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും അൻസാറും വരുന്നത് ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ലൈനിലാണ്. നവരസങ്ങളിൽ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്, രസങ്ങളായ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ കുറേ ഭാവങ്ങൾ. അതുപോലെ തന്നെ അന്ന് കാഞ്ചന സീത എന്ന് പറഞ്ഞൊരു സിനിമ റിലീസായി. അപ്പോൾ കാഞ്ചന സീതയുടെ ട്രെയിലർ എന്ന് പറഞ്ഞിട്ട് സീത എന്നൊക്കെ പറഞ്ഞ് ഓടുന്നു. അപ്പോൾ ഞാനിവിടുന്ന് എക്കോ ഇടുന്നു, രണ്ടുപേരും അടുത്തോട്ട് വരുന്നു, സംസാരിക്കാതെ തിരിച്ചു പോകുന്നു. പണ്ടത്തെ അവാർഡ് ചിത്രങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സ്റ്റാൻഡേർഡ് ഫീലിംഗ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ വായിക്കുന്നു, ഒരാളിങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭയങ്കര ആയിരുന്നു. മിമിക്രിയിൽ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ രീതി ഉണ്ടല്ലോ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു അന്ന് ഞങ്ങളുടെ പ്രോഗ്രാം. അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കാച്ചിങ് ആയിരുന്നു. നമ്മൾ ഏതായാലും മൂഴിക്കുളത്ത് പ്രോഗ്രാം നടത്തി. അതിന് ശേഷം ഞങ്ങൾ ഒരു 2 വർഷത്തിന് ശേഷം എൻ്റെ ഈ കൊച്ചിൻ ഗിന്നസ് എന്ന ട്രൂപ്പുമായിട്ട് ഇതേ മൂഴിക്കുളത്ത് ഞങ്ങൾ പ്രോഗ്രാം നടത്തി, 2-3 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിവിടെ 1980 പ്രോഗ്രാം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം വയസ്സും പ്രായമായി നിർത്താൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെയുള്ളവരൊക്കെ കളിയാക്കി. ഞാൻ പറഞ്ഞു ഞാൻ നിർത്തില്ല, ഞാൻ നിർത്തണമെങ്കിൽ ഇനി അടുത്ത് ചന്ദ്രനിൽ പോയിട്ടൊരു ഷോ ചെയ്യണം, അതിന് ശേഷം ഞാൻ നിർത്തുള്ളൂ എന്നൊക്കെ തമാശ പറയാറുണ്ട്. എനിവേ അന്നത്തെ ആ വളരെ വ്യത്യസ്തമായ ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ കലാഭവനിലെത്തിയത്. ഞങ്ങൾ 2 പേരും കൂടെ റിഹേഴ്സലൊക്കെ ചെയ്തൊരു 40 മിനിറ്റിൻ്റെ ഐറ്റമൊക്കെ കഷ്ടിയുള്ളൂ. ഞങ്ങളവിടെ ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അന്ന് ഈ ഗാനമേളയുടെ ഗ്യാപ്പിൽ, ഡാൻസിൻ്റെ ഗ്യാപ്പിൽ ഇങ്ങനെയൊക്കെയാണല്ലോ അന്ന് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ വൈകിട്ട് 7 മണിക്ക് അല്ലെങ്കിൽ 8 മണിക്ക്